നിങ്ങളുടെ കോഴിക്കോട്ടെ ഒരു ചന്തയിൽ ഒരു ഒരു മീൻ വാങ്ങാൻ പോകുമ്പോൾ ഉള്ള ഒരു രീതിയിലാണോ നിങ്ങൾ ലുലു മാളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈലൈറ്റ് മാളിൽ മീൻ വാങ്ങാൻ പോകുമ്പോൾ ബിഹേവ് ചെയ്യുന്നതും ധരിക്കുന്ന വസ്ത്രം, അവിടുത്തെ കൊണ്ടുപോകുന്ന പാത്രം, അവിടുത്തെ രീതികൾ? അപ്പോൾ ആംബിയൻസ് മാറുമ്പോൾ നമ്മുടെ സ്വഭാവം മാറുന്നില്ലേ? ഒരു സ്ഥലം മാറുമ്പോൾ നമ്മളുടെ ബിഹേവിയർ മാറുന്നില്ലേ? നമ്മുടെ സംസാര രീതി മാറുന്നില്ലേ? ചന്തയിൽ വെച്ച് പറയുന്ന അത്ര ശബ്ദത്തിൽ പോലും വെച്ച് നമ്മൾ ലുലുമാളിൽ വെച്ച് വർത്താനം പറയാറില്ല. അപ്പോ ആംബിയൻസ് മാറിയാൽ മനുഷ്യനും മാറും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ലോക നിലവാരമുള്ള ഒരു കേരളം സൃഷ്ടിച്ചാൽ ലോക നിലവാരത്തിൽ മലയാളി പെരുമാറുകയും ചെയ്യും. ഹായ് സർ, സാർ ഇപ്പൊ പറഞ്ഞതിന് ഇവിടെ നല്ല കയ്യടി കിട്ടി. ഭരണതന്ത്രത്തിൽ ഈ ആശയങ്ങൾ, ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നുകൂടെ, പ്രശ്നവും ക്ലിയർ ആക്കി അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിന്റെ ക്ലിയർ പിക്ചറും സാർ തന്നു. ഒരു മാസ്റ്റർ പ്ലാനിന്റെ ആക്ഷൻ പ്ലാനിന്റെ ആവശ്യകതയാണെന്നുള്ളത്. അത് ഭരണയന്ത്രത്തിൽ ഇവിടെ ഇരിക്കുന്നവർ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ പരിമിതമായിരിക്കും. ഭരണത്തിൽ ഇരിക്കുന്നവരുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള സാർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. സാർ അത് ഇതിലും നന്നായിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ടാവും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അത് കൃത്യമായി നടപ്പിലാക്കാൻ, അതായത് പ്രോബ്ലവും സൊല്യൂഷനും കൊടുത്തിട്ട് അത് നടപ്പിലാക്കുന്നതിൽ ഇപ്പൊ എല്ലാത്തിലും പൈസ ഇല്ല എന്നുള്ളതല്ല ഒരു വിഷയം. കാരണം റോഡ് പണി കഴിഞ്ഞതിന് ശേഷം പിന്നെ പൊളിക്കുന്നത് കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം, അത് പൈസ ഇല്ലാത്തതിന്റെ പ്രശ്നമല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് സജഷൻസ് കേരളത്തിൽ നിന്ന് ഒരു അസറ്റായ സാറെ പോലെ ഒരാൾ കൊടുത്തിട്ട് അത് നടപ്പിലാവുന്നതിൽ എവിടെയാണ് പാളിച്ചകൾ വന്നതെന്ന് കുറച്ചുകൂടെ ആധികാരികമായി ഒന്ന് പറയാമോ? ഇങ്ങനെ ഒരു മൈക്ക് ഇത്ര ആളെയും കിട്ടിയപ്പോൾ ഇത്രയും പൊട്ടിത്തെറിക്കാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിന്റെ കാരണം അതൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഇനി അത് അറിയാം എവിടെയാ മാറ്റേണ്ടതെന്നും എങ്ങനെയാ മാറേണ്ടതെന്നും. പക്ഷെ അതിലൂടെ ഒന്ന് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. തയ്യാറാക്കുമ്പോൾ അതിനും നമുക്ക് തടസ്സങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെന്താണ് ഒരു സൊല്യൂഷൻ സാർ ഒന്ന് പറഞ്ഞത്? ഇത് ഭരണ സംവിധാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉദ്യോഗസ്ഥര്, നമ്മളൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്തതെന്ന് നോക്കുക. ഇന്ത്യയില് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു കമ്പനി, അതും ഒരു സ്റ്റേറ്റിന്റെ ഭരണം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അവിടെ ടാർഗറ്റുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക്, ഇപ്പൊ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹത്തിന്റെ പഞ്ചായത്തില് എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മിനിസ്ട്രിയിൽ നിന്ന് തന്നെ ഒരു ടാർഗറ്റ് കൊടുക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത്ര ഹോം സ്റ്റേകൾ ഇത്ര നാളിനകം പ്രവർത്തിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നവന്റെ പുറകെ വന്ന് ഹോം സ്റ്റേ തുടങ്ങിക്കേണ്ടി വരും അവര്, ഇല്ലേ? അപ്പൊ ഹോം സ്റ്റേക്ക് ലൈസൻസ് നടക്കുന്നവന് തരാതിരിക്കുക എന്നുള്ളതല്ല, അവര് 10 പേരെ കണ്ടുപിടിക്കാൻ പുറകെ നടക്കേണ്ടി വരും. ഇടയ്ക്കൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തെ സ്കൂളുകളിൽ പിള്ളേരുടെ എണ്ണം കുറഞ്ഞു കഴിയുമ്പോൾ പിള്ളേരെ പിടിക്കാൻ, ജോലി പോകാതിരിക്കാൻ വേണ്ടി വീട് തോറും കയറുന്ന അധ്യാപകർ ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ടാർഗറ്റ് കൊടുക്കണം. നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ ഇത്തരം ടൂറിസം സ്ഥാപനങ്ങൾ വന്നിരിക്കണം, ഇത്ര വ്യവസായങ്ങൾ വന്നിരിക്കണം, അത് നിങ്ങൾ കൊണ്ടുവന്നിരിക്കണമെന്ന് ടാർഗറ്റ് കൊടുത്താൽ അവർ പണിയെടുക്കേണ്ടി വരും. ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങണം. നമ്മുടെ കൃഷി ഓഫീസർമാരുണ്ടല്ലോ എല്ലാ പഞ്ചായത്തിലും, അവർക്ക് അവിടെ ഇത്ര കിലോ പച്ചക്കറി ഓരോ വർഷവും ഉത്പാദിപ്പിച്ചിരിക്കുന്ന ടാർഗറ്റ് കൊടുക്കണം. അതിനെ ബേസ് ചെയ്ത് ഇൻസെന്റീവ്സ് കൊടുക്കണം. അതിനെ ബേസ് ചെയ്തായിരിക്കണം സാലറി. ഈ മട്ടിൽ പുനഃക്രമീകരിക്കണം നമ്മുടെ ഭരണ സംവിധാനത്തെ. വഴികളില്ലാത്തതല്ല, ലോകത്തോട്ട് നോക്കി എല്ലാത്തിനും വഴികളുണ്ട്. മറ്റു രാജ്യങ്ങളും മറ്റു സംസ്ഥാനങ്ങളും എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത്? നമ്മുടെ സംവിധാനങ്ങളെ പൊളിച്ചെഴുതാൻ നല്ല നട്ടലോടുകൂടി കരളുറപ്പോടുകൂടി ഭരണ സംവിധാനം ഇറങ്ങിയാൽ ഇതൊക്കെ നടക്കുക തന്നെ ചെയ്യും.